അളിയ എൻ്റെ ആ തന്ന നമ്പർ ഞാൻ ചെക്ക് ചെയ്തായിരുന്നേ. അതൊരു സ്ത്രീയുടെ നമ്പരാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ നിന്നില്ല. അത് ഇവിടെ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ നിയമങ്ങളൊക്കെ വലിയ ഇതുള്ള അപ്പം അതുകൊണ്ട് ഞാൻ വിളിക്കാൻ നിന്നില്ല. നമുക്കെന്തെങ്കിലും ഡീറ്റെയിൽസ് അല്ലാതെ ഒപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാർ മുഖേന നമുക്കൊന്ന് ശ്രമിക്കാം. ഇനി രമണൻ എന്താണ് വീട്ടമ്മയ്ക്ക് അയച്ച മെസ്സേജ്? അപ്പൊ നമ്മൾ അതിവിടെ കാണിക്കുന്നില്ല, കോടതി കേസുമായി കിടക്കുന്ന സംഭവമായിട്ട് കാണിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ശ്രീധുവിന്റെ വീഡിയോ ശ്രീധു അത് വ്യക്തമായിട്ട് വായിച്ചിട്ടുണ്ട്. ഞാനും ഒന്ന് വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. ആ വീട്ടമ്മയുടെ മൊബൈലിലേക്ക് വന്ന വാട്സാപ്പ് നമ്പറിന്റെ അവസാനത്തെ ഡിജിറ്റൽ നമ്പർ 3 ഞാൻ പറയാം. 861. അത് ആരുടെയാണെന്ന് രമണന് തന്നെ സ്ഥിരീകരിക്കാൻ പറ്റും. സാധാരണക്കാർക്ക് അറിയത്തില്ല. രമണന്റെ മൊബൈൽ നമ്പർ ആണെന്ന് രമണൻ തന്നെ നോക്കിയോളൂ. 861 ലാസ്റ്റത്തെ 3 ഡിജിറ്റൽ നമ്പർ. രമണന്റെ മെസ്സേജ് എന്ന് പറയുന്നത് എല്ലാം വൺ ടൈം ആണ്. എങ്കിലും ഒരെണ്ണം ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, മറ്റൊരു ഫോൺ വെച്ച് തന്നെയാണ് കേട്ടോ. അത് തന്നെയാണ് അതിന്റെ ഒറിജിനാലിറ്റി. അല്ലാതെ അല്ലെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഒറിജിനാലിറ്റിയാണ്. രമണൻ ഇട്ട മെസ്സേജ് മറ്റൊരു ഫോൺ വഴിയാണ് അവർ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട്. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ രമണൻ അതിൽ എഴുതിയിരിക്കുന്നത്, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, നിന്റെ ഫോട്ടോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, കണ്ടോടി. അപ്പൊ രമണൻ വിചാരിക്കും ഞങ്ങളുടെ ആരുടെയും കയ്യിൽ തെളിവില്ല. ലൈറ്റ് മീഡിയയിലെ സുരേന്ദ്രൻ എന്ന വ്യക്തി വീഡിയോ ചെയ്തപ്പം തന്നെ പുള്ളിയുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നു. ആ തെളിവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് പുറത്തു വിട്ടിട്ടില്ല. ശ്രീധു എങ്ങനെയോ ആ തെളിവുകളൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് ശ്രീധു ആ വീഡിയോ ചെയ്തപ്പോൾ രമണൻ അത് കാണാൻ ചെയ്തു. രമണൻ തന്നെ ഇതിന്റെ സത്യാവസ്ഥ എല്ലാം ശ്രീധുവിനോട് പറഞ്ഞു കൊടുത്തു. രമണന്റെ മുഖത്തെ ആ പേടിയൊക്കെ ശ്രീധു പറഞ്ഞുണ്ട്. അത് ഞാൻ വിവരിക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് കേട്ടിട്ട്. ഓക്കെ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ ചന്ദ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കേസുമായി മുമ്പോട്ട് പോകുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ആ ഒരു സബ്ജക്റ്റിലെ വ്യക്തിയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. പകരം നമ്മൾ ഇടുന്ന പേര് രമണൻ എന്നാണ്. രമണനെ ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് രമണൻ ചെയ്തത് എന്നല്ലേ നിങ്ങളുടെ സംശയം? സോഷ്യൽ മീഡിയയിൽ വിവാദമായ ഒരു സംഭവം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വീട്ടമ്മയോട് ഹോട്ടൽ മുറിയിലേക്ക് വരാൻ പറഞ്ഞു. ഇതെല്ലാം സ്ക്രിപ്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ രമണൻ വിചാരിച്ചതൊന്നും ആരും അറിയുന്നില്ല. കണ്ണടച്ച് നിന്ന് പാല് കുടിക്കുന്ന പൂച്ച എന്താണ് വിചാരിക്കുന്നത്? ലോകം മുഴുവനും പവർ കട്ടാണെന്ന്. ഇതാണ് രമണന് സംഭവിച്ചത്. ഈ ക്രൈം പ്ലാൻ ചെയ്യുന്നത് രമണൻ ഒറ്റയ്ക്കല്ല, രമണന് കൂട്ടാളികളുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് രമണൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഈ സബ്ജക്റ്റ് നിങ്ങൾ മുഴുവനും കേൾക്കണം. രമണൻ പറഞ്ഞ സൈഡ് കേട്ട് രമണനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ സുഹൃത്തിന് വേണ്ടി തന്നെയാണ്. ലൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ആദ്യമായി ഈ ഒരു സംഭവം പുറത്തു വരുന്നത്. ഈ വീട്ടമ്മ പരാതി കൊടുത്തതിന് ശേഷം ലൈറ്റ് മീഡിയയിലെ സുരേന്ദ്രൻ എന്ന വ്യക്തി വീട്ടമ്മ വിളിക്കുകയും കാര്യങ്ങളെല്ലാം പറയുകയും തെളിവ് സഹിതം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ എന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്യുന്നത്. തിന്മകൾ കണ്ടാൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ ജെന്യുനാലിറ്റി എന്താണെന്ന് മനസ്സിലായതിനു ശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതിനു മുമ്പ് തന്നെ ഈ തെളിവുകളൊക്കെ കിട്ടിയപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുകയുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞ, അനിലെ, ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാനത് വീഡിയോ ചെയ്യാൻ പോവാണ്, എന്താണ് അനിലിന്റെ അഭിപ്രായം? ഞാൻ പറഞ്ഞു, സുരേന്ദ്രൻ ചേട്ടാ, തെളിവുകളെല്ലാം ഉണ്ടെങ്കിൽ ധൈര്യമായി ചെയ്തോളാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ആവുകയും അത് കണ്ടതിന് ശേഷം ശ്രീധു എന്ന യൂട്യൂബർ ആ ഒരു സബ്ജക്ട് എടുക്കുകയും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമമാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ ശ്രീധു അതിനെ ശക്തമായ നിലപാടിലൊന്ന് വിമർശിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. രമണൻ ഈ വീഡിയോ കാണുകയും സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ കാണുകയും ഈ വീഡിയോ ചെയ്തിട്ടുള്ളവർക്കെല്ലാം സ്ട്രൈക്ക് കൊടുക്കുകയൊക്കെ രമണൻ ചെയ്തു. രമണന്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കാൻ പോകുന്നത്, വീഡിയോ റിപ്പോർട്ട് അടിക്കുന്നത്, അതൊക്കെ സത്യം തന്നെയല്ല രമണ? ഇത് രമണൻ എഴുതിയത് തന്നെയാണോ രമണ? രമണൻ പറഞ്ഞ അവരുടെ നമ്പറില്ല, രമണൻ അവരെ വിളിച്ചിട്ടില്ല, മെസ്സഞ്ചറിലാണ് വന്നതെന്നൊക്കെ പറഞ്ഞ രമണൻ വിളിച്ചതിന്റെ ഒരു തെളിവ് ഇത് തന്നെയാണോ രമണ? ഇനി നമുക്ക് ശ്രീധുവിന്റെ കേസിലേക്ക് വരാം. ശ്രീധു ചെയ്ത വീഡിയോ കണ്ടതിന് ശേഷം രമണന് തീരെ ഇരിക്കപ്പുറതയില്ല, ഉറക്കം പോലും കിട്ടുന്നില്ല. നേരെ ശ്രീധുവിനെ വിളിക്കുന്നു. ശ്രീധുവിന്റെ നമ്പർ പലരിൽ നിന്നും തിരക്കി ലാസ്റ്റ് രമണന് കിട്ടുന്നു. രമണൻ വിളിക്കുന്നു. എന്താണ് ശ്രീധു, എന്റെ തെളിവ് നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിക്കുന്നു. ശ്രീധു പറഞ്ഞു, ഞാൻ കണ്ടതാണ്, എൻ്റെ കയ്യിൽ തെളിവുണ്ട്, സത്യസന്ധമായ തെളിവ് തന്നെയാണെന്ന്. രമണനെ തർക്കിക്കുന്നു. രമണൻ ആ തെളിവ് കാണണമെന്ന് പറയുന്നു. ശ്രീധു പറഞ്ഞു, ഓക്കെ, പോരെ, നിങ്ങൾ പറയുന്നിടത്ത് ഞാൻ വരാം, അല്ലെങ്കിൽ ഞാൻ പറയുന്നിടത്ത് നിങ്ങൾ പോരെ, തെളിവ് കാണിക്കാം. അങ്ങനെ രമണൻ ശ്രീധുവിനെ കാണാനായി ചെല്ലുന്നു. ഇതുവരെ രമണൻ പറഞ്ഞത് ഓക്കെയാണ്. അതിനുശേഷം രമണൻ ശ്രീധുവിനെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ശ്രീധുവിനോട് തെളിവ് കാണിക്കാൻ ആവശ്യപ്പെടുന്നു. ശ്രീധു തെളിവെടുത്ത് കാണിക്കുന്നു. ഈ തെളിവ് കണ്ട രമണൻ പെട്ടെന്ന് ഞെട്ടി ഒരു നിമിഷം രമണന് ഭൂമി പിളർന്ന് താന്നു പോയാൽ മതിയെന്ന് വിചാരിക്കുകയാണ്. ഈ രമണൻ പെട്ടെന്ന് ശ്രീധുവിനോട് പറയാണ്, ശ്രീധു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ? പറ്റിപ്പോയി, ശ്രീധു എന്നെ അനുകൂലിച്ചൊരു വീഡിയോ ചെയ്യണം, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ. അങ്ങനെ ശ്രീധുവിന് രമണൻ കൊടുത്ത ഒരു ഓഫറാണ്, എന്നെ അനുകൂലിച്ചൊരു വീഡിയോ ചെയ്താൽ ഞാൻ ശ്രീധുവിന് നല്ലൊരു കണ്ടന്റ് തരാം. ആ വീട്ടമ്മയെ വിളിച്ചത് സത്യമാണ്, അത് ഞാനല്ല, അത് നമ്മുടെ യൂട്യൂബിലെ മുതിർന്ന ഒരു ലേഡിയാണ്. അവർ ക്രിയേറ്റ് ചെയ്തതാണ്, അവർ ആൾക്കാരെ കൊണ്ടാണ് ആ ലേഡിയെ വിളിപ്പിച്ചതെന്നും അതിൻ്റെ ഉള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അവർ അതെല്ലാം സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം എനിക്ക് മെസ്സേജ് ഇടുകയായിരുന്നു. അവർ ചെയ്ത മെസ്സേജ് ഞാൻ ശ്രീധുവിനെ കാണിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് ആ ഒരു ലേഡി കൊടുത്ത മെസ്സേജ് മൊത്തം ശ്രീധുവിനെ രമണൻ കാണിച്ചു. ഇവിടെ യൂട്യൂബിലെ ഒരു സ്ത്രീ തന്നെയാണ്.
ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് രമണൻ ഇവരെ വീണ്ടും വിളിക്കുന്നതും. പക്ഷെ അവർക്കൊരു ബുദ്ധിയുള്ള സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവർ ഹോട്ടലിലേക്ക് ചെന്നില്ല. അതല്ലെങ്കിൽ ഇവരുടെ കെണിയിൽ വീണാൽ എന്തായിരുന്നു ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ സംഭവങ്ങളെല്ലാം നടത്തിയതിനു ശേഷം രമണൻ വന്നിരുന്ന് വിളിപ്പിക്കുക. അതിനുശേഷം അവർ അവിടുന്ന് പിരിയുന്നു. ആ പോയ രമണൻ വീണ്ടും ശ്രീധുവിനെ വിളിക്കുന്നു. ശ്രീധു, നീ എനിക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യത്തില്ലെന്ന് ചോദിച്ചു. ശ്രീധു പറഞ്ഞു, ചെയ്തേക്കാന്ന് പറഞ്ഞു. പക്ഷെ ശ്രീധു വീഡിയോ ചെയ്തില്ല. ആ വീഡിയോ ചെയ്യാത്തതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ യൂട്യൂബിലെ മുതിർന്ന ഇവരുടെ ഒരു ടീം അംഗങ്ങളുണ്ടല്ലോ, ആലോചിച്ച് ശ്രീധുവിനെതിരായിട്ടൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നു. അന്ന് രാത്രി തന്നെ രമണൻ വീണ്ടും ഞാൻ പോയി കണ്ടു, അത് AI കൊണ്ട് ശ്രീധു ഉണ്ടാക്കിയ ഒരു സ്ക്രിപ്റ്റ് ആണ് എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അത് AI ഫോട്ടോ ആണെന്ന് വാദിച്ചുകൊണ്ട് രമണൻ വീണ്ടും വീഡിയോ ഇടുകയാണ്. രമണ ഒന്നും മനസ്സിലാകും, ഇത് ആ വീഡിയോ ഇടുന്നതിനേക്കാൾ മുന്നേ ഞങ്ങളുടെ കയ്യിലുണ്ട് ആ തെളിവ്, സുരേന്ദ്രന്റെ കയ്യിലുണ്ട് ആ തെളിവ്. രമണൻ പറഞ്ഞതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞപ്പം ചാടിക്കേറി വന്നതല്ല. കാള പെറ്റു എന്ന് കേട്ട് കയറെടുത്ത് വന്ന ആളല്ല സുരേന്ദ്രൻ. അത് രമണൻ മനസ്സിലാക്കുക. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. പിന്നെ രമണൻ പറയുന്നത് പോലെ രമണനെ തന്തയ്ക്ക് വിളിച്ചു അല്ലെങ്കിൽ തള്ളയ്ക്ക് വിളിച്ചു എന്ന രീതിയിൽ രമണൻ കേസിന് പോയാൽ രമണൻ ചെയ്ത അത്രയും ക്രൈം അവിടെ വരുന്നില്ല. രമണ, അതെന്താണ് രമണന് മനസ്സിലാകാത്തത്? രമണൻ പറഞ്ഞത് ഒരു വീട്ടമ്മയുടെ ഫോട്ടോ ആവശ്യമില്ലാത്ത രീതിയിൽ മോർഫി ചെയ്യുമെന്നൊക്കെയാണ് രമണൻ പറഞ്ഞിരിക്കുന്നത്. രമണൻ ചെയ്ത തെറ്റിന് അത്ര അത് വരുന്നില്ല. രമണൻ എന്താണ് പറഞ്ഞത്? ഒരു വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തിയാണ് ചെയ്തത്, ഹോട്ടലിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അത്രയും ഇല്ല രമണ ഒരാളെ ചീത്ത വിളിച്ചത്. രമണൻ തന്നെ കേസ് കൊടുക്കണം. രമണന്റെ കേസിൽ തന്നെ രമണൻ പെടണം. അതിനുശേഷം ഇതൊരു ആഘോഷമാക്കാം നമുക്ക്. ഇപ്പൊ രമണന്റെ കുറെ സംശയങ്ങൾ തീർന്നു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ സുരേന്ദ്രൻ എന്ന് പറയുന്നത് എന്റെ സുഹൃത്ത് തന്നെയാണ്. ഞാൻ അത് എവിടെയും പറയും. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ രമണൻ വിചാരിച്ച പോലെ സുരേന്ദ്രൻ ഒറ്റയ്ക്കല്ല, സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോലെ പല ആൾക്കാരുമുണ്ട്. ഇപ്പൊ രമണൻ വിചാരിച്ച പോലെ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ രമണനോട് പറയാം, ഈ തെളിവ് രമണൻ കാരണം ശ്രീധു പലർക്കും കൊടുക്കുകയും ചെയ്തു. നേരത്തെ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ ഈ തെളിവില്ലായിരുന്നു. രമണൻ ആ വീഡിയോ ഇട്ടതിന്റെ പേരിൽ അതേ ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ശ്രീധു വീണ്ടും പലർക്കും ആ തെളിവുകൾ കൊടുത്തു. ഇതിപ്പം പലരുടെ കയ്യിലുണ്ട് രമണൻ വിളിച്ചതിന്റെ തെളിവ്. രമണൻ പെട്ട്. എന്തായാലും രമണൻ കേസുമായി മുന്നോട്ട് പോവുക. രമണൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു, ഇതുമായി ഞാൻ ശക്തമായ രീതിയിൽ ഞാൻ കേസിന് പോവുകയാണ്. ആ പറഞ്ഞ രമണൻ ഈ ഒരു വിഷയമായി രമണൻ ആദ്യ ദിവസം തന്നെ പറഞ്ഞു, സുരേന്ദ്ര നിന്നെ കാണാൻ ഞാൻ വരുന്നുണ്ടെന്ന്. പക്ഷെ സുരേന്ദ്രനെ കാണാൻ രമണൻ ചെന്നില്ല, ശ്രീധുവിനെ കാണാൻ ചെന്നു. പിന്നെ രമണൻ പറഞ്ഞു, ശ്രീധുവിനും സുരേന്ദ്രനുമെതിരായി ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. രമണന് മനസ്സിലായി രമണൻ പെട്ടിരിക്കുകയാണ്. രമണനെ തെളിയിക്കാൻ കഴിയുമെങ്കിൽ തെളിയിക്കുക, കേസിന് പോകാൻ പറ്റുമെങ്കിൽ രമണൻ കേസിന് പോവുക. കേസിന് പോയിട്ട് രമണൻ പെടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങളും. എന്റെ പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതുപോലത്തെ രമണന്മാർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട്. നിങ്ങളാരും അറിഞ്ഞുകൊണ്ട് പോയി തലവെച്ചു കൊടുക്കരുത്. ലൈറ്റ് മീഡിയ എന്ന സുരേന്ദ്രൻ ചാനലിലൂടെ വന്നിരിക്കുന്ന ആ കാര്യം ശരിക്കും സത്യസന്ധമായ കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി അപ്ഡേഷൻ രമണൻ പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരാം. കോടതി ഇടപെട്ട കേസായിട്ടാണ് നമ്മൾ കൂടുതൽ തെളിവുകൾ പറയാത്തത്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും സ്നേഹം മാത്രം. വീഡിയോ എന്തായാലും മാക്സിമം കാണുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.